ായിരിക്കുവീൻ. അപ്പോൾ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും, ശാപവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ശാപം എന്താണ്, അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. ദൈവവചനം ഒരുവൻ അനുസരിച്ചാൽ, ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ കാണുന്ന ഉടനെ ചിലർക്ക് അലർജിയാണ്. ബൈബിൾ കാണുന്ന ഉടനെ അവൻ ബൈബിളുമായിട്ട് നടക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ബൈബിൾ നിങ്ങൾ ഈ ചുമന്നാൽ, ഈ ബൈബിൾ നിങ്ങൾ വായിച്ചാൽ, ഇതിനകത്തെ വചനം നിങ്ങൾ അനുസരിച്ചാൽ, ഇത് നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ ലോകപ്രകാരം ഓടുന്ന സമയത്ത്, ഈ ലോകപ്രകാരമുള്ള പാപത്തിന്റെ പിന്നാലെ ഓടുന്ന സമയത്ത് നിങ്ങൾ ദൈവവചനം വായിച്ചാൽ, നിങ്ങൾ ദൈവവചനം അനുസരിച്ചാൽ, വളർന്നു വരുന്ന നിങ്ങളുടെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നിങ്ങളുടെ തലമുറ ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയാകും. ശ്രദ്ധിക്കണോ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവന് മേൽ എന്തെല്ലാം അനുഗ്രഹമാണ് വരുന്നത്. ശ്രദ്ധിക്കുക, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഏത് പട്ടണത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പാർക്കുന്നത്? നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ മതി. നിങ്ങൾ ജീവിക്കുന്ന പട്ടണത്തിനകത്ത്, നിങ്ങൾ പലരും പറയുന്നില്ലേ, ഈ പട്ടണത്തിൽ ഞാൻ താമസിച്ച് മടുത്തു, ഇനി എനിക്കിവിടെ ജീവിക്കണ്ട, ഇവിടെ ജീവിച്ച് ഞാൻ മടുത്തു, ഇവിടെ എനിക്കൊരു അനുഗ്രഹമില്ല. ഇല്ല 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 ഇല്ല, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ. അടുത്ത വചനം പറയുന്നു, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലിൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിന്റെ അധ്വാന ഫലം അനുഗ്രഹിക്കപ്പെടും. ചിലർ പറയത്തില്ലേ, നട്ടപ്പോഴും ഒരു കൊട്ട ബ്രദറെ, പറിച്ചെടുത്തപ്പോഴും ഒരു കൊട്ട. ആ ഒരു ക്രമം ഇന്ന് രാത്രി മാറണം. നിങ്ങൾ അധ്വാനിച്ചപ്പോഴും അത്രയുണ്ട്. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് 1,00,000 രൂപ തന്നെ തിരിച്ചു കിട്ടി. നിങ്ങൾ 10,000 രൂപ മുടക്കി ഒരു ബിസിനസ് ചെയ്തു, നിങ്ങൾക്ക് 10,000 രൂപ തന്നെ തിരിച്ചു കിട്ടി. ഇതല്ല അനുഗ്രഹം. അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നതാണ്, അനുഗ്രഹം നിറവുള്ളതാണ്. നിങ്ങൾ 10,000 രൂപ മുടക്കിയാൽ അതിൻ്റെ ഇരട്ടി 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 തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അനുഗ്രഹം. ഇന്ന് രാത്രി TV പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ചില ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, കയ്യിലേക്ക് വരുന്നത്, ലഭിച്ചു എന്ന് കരുതുന്നത്, കിട്ടി എന്ന് കരുതുന്നത്, തട്ടിയെറിയപ്പെടുന്ന അനുഭവങ്ങളെ ദൈവം മാറ്റി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സമൃദ്ധിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ വയലിൽ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്ക് കേൾക്കണോ, ദൈവവചനം അനുസരിക്കുന്നവന്റെ ഗർഭഫലം. അതിന് 4-ാം വാക്യം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 4-ാം വാക്യം, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. എന്താണ് ഗർഭഫലം? നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തലമുറകളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വഴിപിഴച്ച ജീവിതം ഓർത്ത് വളരെയധികം പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ വളർത്തി, വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായി അയച്ചു, വളരെ പ്രതീക്ഷയോടെ അവരുടെ അധ്വാന ഫലം നിങ്ങൾ കാത്തിരുന്നു. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപ ജീവിതത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ, മാതാപിതാക്കളെ, നിങ്ങളെ അനുസരിക്കാതെ അവർ ലോകപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുണ്ട്. ഇനിയെങ്കിലും ദൈവത്തിന് നിങ്ങളോട് പറയുവാനുണ്ട്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പാടിയാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താൽ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ നാളെ നിങ്ങളുടെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അല്ല, ക്ലബിലും പോയി, പാർട്ടിക്കും പോയി, ലോകപ്രകാരം ജഡീകമായ സുഖങ്ങൾക്കകത്തും പോയി പാപവും ചെയ്ത് മദ്യപിച്ച് ക്ലബിലും അവിടെയും ഇവിടെയൊക്കെ പോയി കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ലാതെ ജീവിക്കുന്ന മാതാവേ, പിതാവേ, നാളെ നിൻ്റെ മക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ, അവർ ക്ലബിൽ പോകുമ്പോൾ, അവർ മദ്യപിക്കുമ്പോൾ, അവർ പാപം ചെയ്യുമ്പോൾ അവരോടത് ചെയ്യരുത് എന്ന് പറയാൻ നിനക്ക് കഴിയുകയില്ല. കാരണം നീ ആ പാപത്തിന് അടിമയാണ്. ഇന്ന് രാത്രിയിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കണം. നിങ്ങൾ ദൈവവചനം അനുസരിച്ചാൽ ഞാൻ ഉറപ്പായി പറയാം, നിന്റെ ദൈവമായ യഹോവ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാനിടയാകും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, അടുത്ത അനുഗ്രഹം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിൽ തൊട്ടാലും
നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായാൽ, ദൈവവാക്കിന് നിങ്ങൾ ചെവി കൊടുക്കാൻ തയ്യാറായാൽ. കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ശാപങ്ങൾ നിങ്ങളുടെ മേളിൽ വരും. ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, വേഗത്തിൽ ബൈബിൾ ഉള്ളവർ അത് നിങ്ങൾ എടുക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് ഈ രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. കേൾക്കണം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ അവയെ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും പാതാളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത, മൂക്കുണ്ടെങ്കിലും ശ്വസിക്കാത്ത, കരമുണ്ടെങ്കിലും നിങ്ങളെ തൊടുവാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണെങ്കിൽ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. വിഗ്രഹത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ഇവൻ തീഷ്ണതയുള്ള യഹോവയായ ദൈവം തീഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിക്ക്. വചനം നിങ്ങളെ പഠിപ്പിക്കുന്നു, യാതൊരു പ്രതിമയും അരുത്, യാതൊരു വിഗ്രഹങ്ങളെയും നിങ്ങൾ ആരാധിക്കരുത്. ആരാധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. നിങ്ങളുടെ 4 തലമുറ ശപിക്കപ്പെടും. ഈ ദൈവത്തെ അല്ലാതെ, സത്യദൈവത്തെ അല്ലാതെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ അല്ലാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവമല്ലാത്തതിന് കൊടുത്താൽ, ആമീൻ, 4 തലമുറ വരെ നിങ്ങൾ ശപിക്കപ്പെടും. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവവചനം അനുസരിച്ചാൽ, വിഗ്രഹങ്ങളെ ആരാധിക്കാതിരുന്നാൽ, ദൈവവാക്കിന് ചെവി കൊടുത്താൽ നിന്റെ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി ദൈവവചനം അനുസരിക്കുന്ന ദൈവവേദലേ, നിനക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. നിന്റെ കണ്ണി ഭൂമിയിൽ അടഞ്ഞാലും, ഈ ലോകത്തിൽ നീ മാറ്റപ്പെട്ടാലും, എൻ്റെ കർത്താവിന് വേണ്ടി നീ നിലനിന്നതുകൊണ്ട്, എൻ്റെ കർത്താവിന് വേണ്ടി നീ നിലനിന്നതുകൊണ്ട്, ഈ മാറ്റമില്ലാത്ത സത്യവചനം അനുസരിച്ചതുകൊണ്ട് നിന്റെ 1000 തലമുറയെ വരെ അനുഗ്രഹിക്കുന്ന ഒരു നിത്യനായ സത്യദൈവത്തെയാ ഇന്ന് രാത്രി നീ സ്തുതിക്കുന്നത്, സേവിക്കുന്നതും. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, അവൻ നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ബുദ്ധിമുട്ടായിരുന്നു. എത്ര നാളായിട്ട്? 5-6 വർഷമായി. 6 വർഷമായിട്ട് കണ്ണാടി ഇല്ലാതെ നിന്നെ കാണത്തില്ലായിരുന്നു. തെളിഞ്ഞു കാണില്ല. ഇപ്പം പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? തെളിഞ്ഞു കാണുന്നുണ്ട്. കണ്ണാടി ഇല്ലാതെ കാണുന്നുണ്ട്, വായിക്കാൻ കഴിയുന്നുണ്ട്, നന്നായി വായിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. മകളാൽ അവരോട് പറഞ്ഞു തുടങ്ങി. കരങ്ങൾ അടിച്ച് കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ കൊടുത്ത സൗഖ്യത്തിന് നന്ദി. നേരത്തെ കണ്ണാടി ഊരി കഴിയുമ്പോൾ നന്നായി കാണത്തില്ലായിരുന്നു, വ്യക്തമായി കാണാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പൊ വ്യക്തമായി കാണാൻ കഴിയുന്നു. കരങ്ങൾ അടിച്ച് യേശുവിന് നന്ദി പറയുക. എല്ലാം വളരെ സങ്കടയുന്നത്, പാട്ട് പാടുവാൻ പറ്റില്ല, സ്തോത്രം പറയുമ്പോഴെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. വലിയൊരു തടസ്സം വന്ന് നിൽക്കുന്ന പോലെയായിരുന്നു. ഇപ്പോൾ എനിക്ക് വലിയ മാറ്റം. ഇങ്ങനെ അസ്വസ്ഥത മറ്റാരോ അടുത്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് സൗഖ്യം വന്നിട്ടില്ല. പ്രാർത്ഥിക്കാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ? പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പലവരോടും. എന്നിട്ടും മാറിയില്ലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചേ? ഇപ്പൊ തൊണ്ടയ്ക്ക് വളരെ ആശ്വാസം തോന്നുന്നു. ശബ്ദം എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല? ഇല്ല. അത് മാറിയെന്ന് എങ്ങനെ മനസ്സിലായി? എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഇവിടെ എന്തോ ഒരു കുളിർമ വന്ന പോലെ, വളരെ എന്തോ ഒരു അവിടെ റിലീസ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് യേശു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി. തീരാനങ്ങാൻ വയ്യാതെയായിരുന്നു. എത്ര നാളായിട്ട്? കുറച്ചടിയായി. കൈയിൻ്റെ മുകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം കൊണ്ട്. കൈയുടെ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്
കാലിന്റെ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? സ്റ്റിച്ചുണ്ട്. എന്തോ? ഇവിടെ സ്റ്റിച്ചുള്ള കീബോർഡ് പ്ലീസ്. ഇവിടെ സ്റ്റിച്ചുള്ള കാരണം എനിക്ക് തീരെ മടക്കാൻ പറ്റില്ല. കയ്യെ 22 സ്റ്റിച്ചുണ്ട് കയ്യിൽ. 22 സ്റ്റിച്ചുണ്ട്. കാലിൽ എങ്ങനെ സ്റ്റിച്ച് കൊണ്ടായിട്ടുണ്ടോ? ഇവിടുന്ന് എടുത്തിട്ടാണ് കാലിൽ നിന്ന് എടുത്തിട്ടാണ് കയ്യിലേക്ക് വെച്ചത്. അങ്ങനെ